മലപ്പുറം ജില്ലയിലെ കാവന്നൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പൊതുയോഗം വിളിച്ചു തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസുമായുള്ള മുസ്ലിം ലീഗിൻ്റെ ബന്ധം ഇതോടെ അവസാനിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. ആ സംസാരത്തിൻ്റെ പ്രശസ്ത ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. അധികം ആളുകൾക്കിപ്പോൾ എന്തിനാണ് പഞ്ചായത്ത് ബോർഡ് ഇതിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം എങ്ങനെ പാസ്സായി എന്ന് അറിയാനല്ല. ഇന്നത്തെ മിക്കവാറും ചർച്ചകളിലേക്ക് നമ്മൾ കാണുന്നത് ഇനി കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമെന്നാണ്. അതിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. അത് MLA അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ തീരുമാനമാകുന്ന വിഷയമുള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് വളരെ കൃത്യമായിട്ട് നമ്മൾ പഞ്ചായത്ത് മണ്ഡലം മുസ്ലിം ലീഗിനോടും ജില്ലാ മുസ്ലിം ലീഗിനോടും സംസ്ഥാന മുസ്ലിം ലീഗിനോടും പറഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചാൻസാണ്. 2 തവണ ഇതിന് മുമ്പ് കോൺഗ്രസ്സുകാർ ഈ കാവന്നൂർ പഞ്ചായത്തിലെ വിവരം കെട്ട, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ പരമചെറ്റകളായ കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഞങ്ങൾ 2 തവണ നമ്മളെ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതായിരുന്നാലും കാവന്നൂർ പഞ്ചായത്തിൽ നിലവിലുള്ള ഈ കോൺഗ്രസുമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി യാതൊരുവിധ ചർച്ചക്കും ഒരു ഉടമ്പടിക്കും തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങളും തന്നെ ഒന്ന് പഠിക്കട്ടെ. മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ് ഇനി കാവന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസുമായി മുസ്ലിം ലീഗിന് ഒരുമിച്ച് പോവാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഈ നേതാവിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണമായത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായതാണ്. കോൺഗ്രസും CPM-ഉം ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിനെ തുടർന്ന് മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. നേതാവിൻ്റെ പ്രസംഗത്തിലെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് UDF-ൻ്റെ ഭരണത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയ കോൺഗ്രസ് ചില പ്രാദേശിക വിഷയത്തിൻ്റെ പേരിൽ ലീഗുമായി തെറ്റുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അതേ തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് മത്സരിച്ച CPM കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി വിജയിക്കുകയും CPM-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടി പ്രമേയം കൊണ്ടുവന്നതും കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി CPM കൊണ്ടുവന്ന പ്രമേയം പാസ്സായതും ലീഗിന് ഭരണം നഷ്ടപ്പെട്ടതും.